ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ചിക്കൻ വെച്ചിട്ടുള്ള ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബ്രെഡും ചിക്കൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് സുർക്കയും ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താണ് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു മാരിനേഷൻ മാത്രം കൊടുത്താൽ മതി, ഓവർ മസാലയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം അതിൽ എല്ല് മാറ്റി കൊടുത്താലും മതി. ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ഫ്രൈ ആക്കി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്ത് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാകാമെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ച് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഓയിൽ കുറവായതുകൊണ്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഫ്രൈ ആക്കിയ എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തിന്നാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പാനിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ ഫ്രൈ ആക്കിയത് മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കരുത് കേട്ടോ. ഒന്നുകിൽ കൈ വെച്ചിട്ട് പിച്ചി കൊടുക്കുക, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ മസാല ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഞാനിപ്പോൾ ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതിന് പകരം റസ്ക് പൊടി ആയാലും കുഴപ്പമില്ല, റസ്ക് ഉണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. ഇതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലൂസായിട്ടുള്ള പരുവത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ മിക്സിന് പകരം നമുക്ക് മുട്ടയുണ്ടല്ലോ, സാധാരണ കട്ട്ലറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്നത് പോലെ മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുകയാണ്. ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാൻ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ബ്രെഡ് സ്ലൈസ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ആ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, സാധാ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. ഓവർ കുതിർത്തെടുക്കരുന്ന് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം മാത്രം നനയുന്ന രൂപത്തിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് 2 കൈ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ടായിട്ട് നമുക്ക് ആ മസാല ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡ് സ്ലൈസിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ബ്രൗൺ പാർട്ട്, അതൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ, കാണാനൊരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോൾ അതൊന്നും ഒഴിവാക്കാതെയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് 2 കൈ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടുന്നില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒട്ടിക്കോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. നനഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ബ്രെഡ് മാവിൻ്റെ പോലെ ആവില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. സിമ്പിളാണ് ട്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് 2 കൈ വെച്ചിട്ടും പ്രസ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാം. ഇനി ഈ ഓരോ റോളും ഇതുപോലെ റെഡിയാക്കിയിട്ട് ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ആ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ബ്രെഡ് വെച്ചിട്ട് റെഡിയാക്കാമെന്ന് മാത്രം. നല്ല ടേസ്റ്റാണ് കേട്ടോ. രണ്ടെല്ലാം ഈ ഒരു രൂപത്തിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് നനച്ചെടുത്താൽ മതി. എന്നിട്ട് വെള്ളം 2 കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ട് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 കൈൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. മൈദ നമ്മൾ സാധാ ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ മൈദയൊക്കെ പരത്തിയിട്ടൊക്കെ അല്ലേ റെഡിയാക്കി എടുക്കാറ്, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. കണ്ടല്ലോ, സിമ്പിളാണ്, ഇത്ര പണിയുള്ളൂ. ഇനി ഇത് മൊത്തമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ആക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല തീയിൽ തന്നെ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും കേട്ടോ. ബ്രെഡ് ക്രംസ് അല്ല പുറത്തുള്ളത്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. എന്നിട്ട് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വേണം ഇതിലെണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നനഞ്ഞ് കുതിർന്ന് പോകുന്നതൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണിത് കറക്റ്റ് ക്രിസ്പി ആയിട്ടൊക്കെ ഹാർഡായിട്ടൊക്കെ ഉണ്ടാകും. പുറം ഭാഗം നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ ഓയിൽ ഒഴിച്ചിട്ടൊന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മുങ്ങിക്കെടുക്കാനുള്ള ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അപ്പോൾ ബാക്കി കൂടെ നമുക്കതുപോലെ തന്നെ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത ആ ഫില്ലിങ്സിന് എനിക്കിപ്പോൾ 9 ചിക്കൻ റോളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പുറം ഭാഗം ഉണ്ടാകും. ഇതിൻ്റെ മുറിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് റോളാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ടായാലും ചൂടോട് കൂടെ തന്നെ കഴിക്കാനായി ശ്രദ്ധിക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള റോളാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ ഈ ഒരു മസാല ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.